ഡിവൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കിയാലോ. ഡിവൈൻസ് മെസ്സേജ് ഫോർ യു കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ. 2 ഓഫ് വാൻഡ്സ്, ശരി. എംപറർ, ഗുഡ്. 7 ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ശരി. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, ഓക്കെ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, ശരി. 7 ഓഫ് കപ്സ്, ക്ലാരിഫൈ 7 ഓഫ് കപ്സ്, ഡെത്ത്, ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ട് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് എന്താ അറിയോ? സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു എന്ന്. സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. സ്വയം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കൂ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കൂ എന്നാണ് ആദ്യം ഡിവൈൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഹോബി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കണ്ടുപിടിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി തന്നെ ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ചിരിക്കാതെ സ്വന്തം കാര്യത്തിലേക്ക്, സെൽഫ് റെസ്പെക്റ്റിലേക്ക്, സെൽഫ് ലവിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യൂ എന്നാണ് ആദ്യത്തെ മെസ്സേജ് കേട്ടോ. രണ്ടാമത്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം, മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഡിവൈൻ രണ്ടാമത് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുമ്പോഴാണ്, ഐഡിയൽ മൈൻഡിലാണ് നമുക്ക് കൂടുതൽ ചിന്തകൾ വരിക, ഓക്കെ. അപ്പോൾ കൂടുതൽ ജോലിയിലേക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ഉള്ള മറ്റു കാര്യങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ് ഡിവൈൻ വീണ്ടും പറയുന്ന. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. ചിലർക്കെങ്കിലും അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതൊരു പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ റിലേഷനിലേക്ക് പോയത്, അല്ലേ? ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക എന്നാണ് ഡിവൈൻ പറയുന്നത്, ഓക്കെ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിലേക്കും കൂടി ശ്രദ്ധിക്കുക എന്ന് പറയേണ്ടത്. ജോലി സംബന്ധമായിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൽ നിന്നും പുറത്ത് കിടക്കണം. കൂടുതൽ കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻസോ കാര്യങ്ങളോ എല്ലാം പ്രാക്ടീസ് ചെയ്യുക. ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിലാവട്ടെ ഓഫീസിലാവട്ടെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് ശ്രദ്ധ ചെലുത്തുക എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഓവർ തിങ്കിങ്ങിൽ കൂടി പലരും കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, അല്ലേ? ഏത് പ്രശ്നത്തിനും ഒരു അവസാനമുണ്ട്. ആ ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് അതിനൊരു അവസാനം കിട്ടില്ല. ഓർഗാനിക്കലി അതിനൊരു അവസാനം വരണം. പലർക്കും കരിയർ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യൂ. നമുക്ക് വീട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, സ്വന്തം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കരിയറിൽ ഒരു കോംപ്രമൈസിനും പോവരുത് എന്ന് തന്നെയാണ് ഡിവൈൻ വീണ്ടും പറയുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഹാർഡ് വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും, അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും ഡിവൈൻ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ റിലേഷൻഷിപ്പ് ക്ലിയർ ആവുകയുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധിക്കാൻ ഡിവൈൻ പറയുന്നു.